ആഹാ, മാധവേട്ടൻ എത്തിയോ? പോയിട്ട് എന്തായി മാധവേട്ട? എന്താകാനാ, കുറുപ്പ് അച്ഛനെ കടിച്ചു കയറാൻ വന്നു കാണും. അതാണ് അവിടെ എപ്പോഴും നടക്കുന്നത്. ഞാൻ മാധവേട്ടനോട് പറഞ്ഞതല്ലേ പോണ്ടാന്ന്. എന്തിനാ മാധവേട്ട എപ്പോഴും എപ്പോഴും പോയി അപമാനം ഏറ്റുവാങ്ങുന്നത്? കുറുപ്പ് വളരെ മാന്യമായിട്ടാ എന്നോട് പെരുമാറിയത്. വഴക്കിനോ വക്കാണത്തിനോ ഒന്നും എന്നോട് വന്നില്ല. ആ, പൂജയുടെ കാര്യങ്ങൾ പറഞ്ഞു തിരിച്ചു വന്നു. വന്ദന? ആ, വന്ദന അവിടെ സുഖമായിട്ടിരിക്കുക. അച്ഛാ, ഹരിതയോ? ഹരിതയ്ക്കും സുഖം തന്നെയാ മോനെ. പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം. കുടുംബത്തിലേക്കൊരു പുതിയ അതിഥി വരുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഹരിതയുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ മനസ്സ് നൊന്തു മാധവേട്ട. ഹരിതയും ഗർഭിണിയായിരുന്നല്ലോ. നമ്മൾ ആ ചടങ്ങ് നടത്തുന്നതിന് മുൻപേ പാവം ആ കുഞ്ഞു പോയി. അതിന്റെ പേരിൽ നമ്മുടെ വന്ദന കേട്ട പഴിക്ക് കയ്യും കണക്കും ഒന്നുമില്ല. എല്ലാം ദൈവനിശ്ചയം, അല്ലാതെ എന്ത് പറയാനാ, അല്ലേ മാധവേട്ട? പറയുന്നത് ശരി തന്നെ. ശാപം പിടിച്ചൊരു ജന്മ എന്റേത്. ഞാൻ തലയെടുത്തതിന് ശേഷം എന്റെ അച്ഛനും അമ്മയും സ്വൈര്യത എന്താന്ന് അറിഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? ശാപം പിടിച്ച ജന്മമെന്നോ? ആവശ്യമില്ലാത്തൊന്നുമല്ല, അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. കല്യാണപ്രായപ്പോ ജാതക ദോഷം കൊണ്ട് കല്യാണം മുടങ്ങി മുടങ്ങി പോകുന്നതായിരുന്നു അച്ഛന്റെ അമ്മയുടെ സങ്കടം. ജാതകവും നാളും ഒന്നും നോക്കാത്ത ഒരാള് കല്യാണം കഴിക്കാനായിട്ട് വന്നപ്പോ എന്റെ ജാതക ദോഷം ആ മനുഷ്യനെ കൊന്നിളഞ്ഞില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഒരു പാവം പെൺകുഞ്ഞാനാതെയായി. ആ സങ്കടം കൂടി മടുത്തു. ഇപ്പൊ കണ്ടില്ലേ, മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്നും അപമാനം ഏറ്റുവാങ്ങി പോയിന്റ് വരുന്ന ഒരു അച്ഛനെ. അതിന് കാരണക്കാരി നീയല്ല, ഞാനല്ലേ? അല്ല, എന്റെ ജന്മദോഷ. ഇനി എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചു. സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത എന്നെ പോലൊരു ഭർത്താവിന്റെ ഗതികേടെന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. എന്റെ വിശ്വാസമാണ് ശരി, അതാണ് വന്ദന സത്യം. എന്റെ കയ്യിലുള്ള പണം എടുത്തിട്ടായിരുന്നു ഞാൻ നിന്റെ അച്ഛന്റെ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യന് തല കുനിച്ചിറങ്ങി പോണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ ആക്ഷേപം കെട്ട് വായടിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഭർത്താവിന്റെ ഗതികേടിന് സ്വയം കുറ്റം ഏറ്റെടുക്കേണ്ട കാര്യമില്ല വന്ദന. ഇതിനെ ജാതകദോഷമൊന്നും ജന്മദോഷമൊന്നും ഒക്കെ പഴിച്ചായിരുന്നതിനോട് പുച്ഛം തോന്നുന്നു എനിക്ക്. ഇനി അതല്ല, ഞാൻ കിട്ടിയ താലിയാണ് എല്ലാ ദോഷങ്ങൾക്ക് കാരണമെന്ന് വന്ദനയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞ ഇത് പലപ്പോഴും എന്നെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. വന്ദനെ, ഒരു ഭാര്യയുടെ കരുതലും സ്നേഹവും ഒന്നും നീ എനിക്ക് തരുന്നില്ലെങ്കിലും ഞാൻ ഇതുവരെ നിന്നോട് പരാതിപ്പെട്ടിട്ടില്ല.
പക്ഷേ ഞാൻ കിട്ടിയ താലി നിന്നെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും നീ ആവർത്തിച്ച് പറയുമ്പോൾ ആ കുരു കഴിക്കേണ്ടത് എന്റെ കടമയാണ്. ഇതും നിന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ഇനി ഈ ഭാരം നീ ചുമക്കണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടാൻ വന്ന രാജീവേനന്റെ അകാല മരണമാണ് ജഗനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെങ്കിൽ പൊട്ടിച്ചെറിയ. ഈ താലി ജഗന് മരണഭയം വരുത്തണ്ട. അങ്ങനെ ഒരു ഭയം ജഗനില്ലെങ്കിൽ തൊട്ടു പോരുത്. തോന്നുമ്പോ കെട്ടാനും തോന്നുമ്പോ അഴിച്ചെടുക്കാനുള്ളതല്ല പെണ്ണിന്റെ കഴുത്തിലെ താലി. ഈ താലിക്ക് ഞാൻ മഹത്വം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കെട്ടിയതാരാണെന്നറിയാതെ താലിയും ചുമന്ന് ഞാൻ നടന്നിരുന്ന ആ സമയത്ത് പൊട്ടിച്ച് കടലിലെറിഞ്ഞനെ. എനിക്ക് ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു ഞാൻ. ഒരു പെണ്ണിന്റെ താലി മുറുകുന്നത് കഴുത്തിലല്ല, ഹൃദയത്തില. താലിയുടെ തിളക്കത്തിൽ മിന്നുന്നത് അവളുടെ സ്വപ്നങ്ങളാ. നീ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കേ. മാധവേട്ട, കർപ്പൂരം വാങ്ങിയായിരുന്നോ? ഞാനത് ലിസ്റ്റിൽ എഴുതാൻ മറന്നു. വാങ്ങി. ലിസ്റ്റ് വായിച്ചു നോക്കിയപ്പോഴേ അത് മറന്നു പോയിരിക്കാനാണ് സാധ്യത എന്ന് കടക്കാരൻ പറഞ്ഞു. ഒരു പാക്കറ്റ് അധികം വാങ്ങുകയും ചെയ്തു. ചന്ദ്രു, ഇത് വർഷയ്ക്കും വിക്രമിനുള്ള ഡ്രസ്സാണ്. രാവിലെ പൂജ തുടങ്ങും. അതിരാവിലെ തുടങ്ങുമോ മാധവേട്ട? ഏയ്, അതിരാവിലെ ഒന്നും അല്ല. അവർ വരുമ്പോൾ തന്നെ 11 മണിയാവും. പിന്നെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. എല്ലാവർക്കും വച്ച് വിളമ്പാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് ഫുഡ് വരുത്താവുന്നതേ ഉള്ളൂ. വാങ്ങിയ സാധനങ്ങളൊന്നും ചീത്തായി പോവുകയില്ല. മോനെ മാധവ, 7 ചുടുകല്ല് വേണോന്നേ പൂജ ചെയ്യുന്നവര് പറഞ്ഞിരുന്നു. ഓ, ഞാനത് മറന്നുപോയില്ല അമ്മേ. കുഴപ്പമില്ല, ഞാനിപ്പോ എടുക്കാം. അത് വേണ്ട മാധവേട്ട, ഈ രാത്രിയിൽ ഇനി ചൂടുകെട്ട് അന്വേഷിച്ചൊന്നും പോണ്ട. പൂജ ചെയ്യുന്നവരൊക്കെ 11 മണിക്കല്ലേ എത്തും. അതിനു മുമ്പ് നമുക്കത് സംഘടിപ്പിക്കാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. മോനെ, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ശരി അമ്മ. ഹരിതയ്ക്ക് അന്ന് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചേ.
എന്താ ചന്ദ്രു നീ പറയുന്നേ? ഓരോന്നിനും ഓരോ വിധിയുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കൂ. ചിലപ്പോഴൊക്കെ വിധി ആരെങ്കിലും എഴുതി ചേർക്കുന്നതായിരിക്കും. വർഷേ, അയ്യോ പതുക്കെ. എന്താ വർഷ ഇത്? ഞാൻ ഓരോന്നാലോചിച്ചിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. സോറി. എന്തിനാ സോറി പറയുന്നേ? സോറി പറയാനുള്ളത് ഞാനല്ലേ. ഞാൻ കാരണല്ലേ എന്റെ വർഷക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ. ഏട്ടന് ഞാൻ അത്താഴം എടുക്കാം. ഇന്ന് എനിക്ക് അത്താഴം ഒന്നും വേണ്ട. നാളെ നല്ല സദ്യ കഴിക്കാനുള്ളതിന്റെ മുന്നൊരുക്കായിട്ട് കൂട്ടിക്കോ. സദ്യയോ? എവിടെന്ന്? നാളെ വർഷയുടെ വീട്ടില് കുടുംബ പൂജയല്ലേ, അവിടെ പോയി സദ്യ കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സത്യം. ദേ, ഇത് വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ആ വർഷേ, എന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന നിന്റെ ഈ കണ്ണുകൾ തന്നെ ഞാൻ അനുവദിക്കില്ല, ഒരിക്കലും. എവിടെ പോന്നെ? വണ്ടി നിർത്ത്, നിർത്ത്, നിർത്ത്. വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? നിർത്താൻ. ആരാ എന്തായി കാണിച്ചത്? വണ്ടിയെ തൊട്ട് വൃത്തികേടാക്കുന്നോടാ റാസ്കൽ. മര്യാദയ്ക്ക് വണ്ടി സർവീസ് ചെയ്തിട്ടോണം. എത്തി. അയ്യോ, ആനന്ദവല്ലിയപ്പച്ചി എത്തി. ചേച്ചി, ചേച്ചി ഒരു മുന്നറിയിപ്പില്ലാതെ. എനിക്കെന്താ ഇവിടെ വരുന്നതിന് മുൻകൂർ അനുവാദം വേണം.
കുറച്ചു നാളായി ഇങ്ങോട്ട് വരണമെന്ന് കരുതിയിട്ട്. ഞാനുമായിട്ട് ഒരു രീതിയിലും ചേരാത്ത ഒരു അമ്മയുണ്ടല്ലോ, ഭവാനി തങ്കച്ചി. അവരെങ്ങോട്ടെങ്കിലും ഒരുമ്പെട്ട് പോകുന്ന സമയത്ത് വരാന്ന് കരുതി. ചേച്ചി ജനങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ ഇലക്ഷന് നിന്നെ വീട്ടിലിരുത്തിയപ്പോ നിന്റെ രാഷ്ട്രീയ വീര്യമൊക്കെ അങ്ങ് കുറഞ്ഞോ? അല്ല, പത്രത്തിലെങ്ങ് നീ ഇളിച്ചു പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണുന്നില്ല. അല്ല, അടുത്ത ഇലക്ഷനിങ് അടുത്തല്ലോ. സമയത്ത് ഇളിച്ചും കൈകൂപ്പിയും ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്നാ അവര് നിന്നെ വീണ്ടും തട്ടേ കയറ്റും. എന്താടി സുമലത, ഒരാള് വീട്ടിലേക്ക് കയറി വന്ന കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് നിനക്കറിയില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ആ, ആരാ ഇത്? അയ്യോ ജിതേന്ദ്ര, അപ്പച്ചി. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോടാ. വിട്ടിലിന് മരം ഉണങ്ങുന്നത് വരെ ഉള്ളൂ ആയുസ്. അത് മറക്കരുത് നീ. കർണാര, എവിടെടാ നിന്റെ ഇളയ മകൻ ജഗൻ? പഞ്ചഭൂതങ്ങൾ പോലും അറിയാതെ ഒരുത്തിയ താലി കെട്ടി ഗാന്ധർവ വിവാഹം കഴിച്ചുകൊണ്ട് വന്നവൻ. മുകളിലുണ്ട്. അവൻ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. ഓ ഉണ്ട്. എങ്കിലേ അവന്റെ അച്ഛയെ ഒന്ന് വിളിക്കും. എന്താടി വിളിച്ചിരിക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാടി. കേട്ടില്ലമ്മേ? എന്നാ ചായ. അവളുടെ ഒരു ചായ. അയ്യോ, നാട് നന്നാക്കിയ പോരടാ, വീട് നന്നാക്കണം. ഇവളാണോ ജഗൻ ഉഗ്ര തപസ്സിരുന്ന് സ്വന്തമാക്കിയ സൗന്ദര്യത്തിടമ്പ്?
ചില ഒഴിയാബാധകളെയൊക്കെ ഒഴിച്ചുവിട്ട് ഇവിടെ ഒരു ശുദ്ധികലശം നടത്തേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ആനന്ദവല്ലി മടങ്ങുന്നുള്ളൂ. എടാ കുറുപ്പേ, ചേച്ചി, എനിക്കൊന്ന് വിശ്രമിക്കണം. വിദ്യ, ചേച്ചിക്ക് മുറി കാണിച്ചു കൊടുക്കുക. ശരി അച്ഛാ. ഡേ, എന്റെ ബാഗും എടുത്ത് പറയാവാ. നിന്നെ എന്ത് കണ്ടിട്ടടി ജഗൻ കൂടെ കൂട്ടിയത്? അല്ലേലും ഇവന്റെ മോൻ ജഗന് പണ്ടേ പട്ടിണിപ്പാവങ്ങളോടൊരു അനുകമ്പയാ. അനുകമ്പ മൂത്ത് തലേ കയറ്റി വെച്ചതായിരിക്കും അല്ലേ? ഇവളെ കണ്ടാലേ അറിയാം അവലക്ഷണം പിടിച്ചതാണെന്ന്.